ഹലോ, ഇന്ന് സിമ്പിളായിട്ട് സവോളയൊന്നും വാട്ടി സമയം കളയാതെ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി റെസിപ്പി നോക്കിയാലോ. ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും പൊടികളിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന 1.5 കിലോ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയായിട്ട് ഈ ചിക്കൻ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഒന്നുകൂടെ ഒന്ന് ഇടക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ടൊരു ചിക്കൻ ഒരു 60-70% ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കാണ് ഞാനിതിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന 2 വലിയ സവോളയും അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, 2 പച്ചമുളക് നടുവേ കീറിയതും, ഒരു വലിയ തക്കാളി അരച്ചെടുക്കുന്നതും, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇതൊന്ന് നല്ലോണം ഈ ചിക്കനും ഈ മസാലയൊക്കെ ആയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം കേട്ടോ. ഇനി ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുരുമുളക് പൊടി, ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.